ബംഗളൂരുവിൽ അസം സ്വദേശിയ യുവതിയെ കുത്തിക്കൊന്ന കേസിൽ പ്രതി ആരവിനായി അന്വേഷണം ഊർജിതമാക്കി കർണാടക പോലീസ്. പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. കൊലപാതക ശേഷം കണ്ണൂർ സ്വദേശി ആരവ് അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം ആരവ് അപ്പാർട്ട്മെന്റിൽ നിന്ന് രക്ഷപ്പെടുന്ന CCTV ദൃശ്യമാണിത്. തുടർന്ന് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്ത് മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലെത്തി ക്യാബ് ഡ്രൈവർ ആരവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശേഷം ആരവ് ട്രെയിൻ കയറി രക്ഷപ്പെട്ടുവെന്നാണ് പോലീസിന്റെ നിഗമനം. ആരവ് എങ്ങോട്ട് പോയെന്നതിൽ അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ല. കേരള പോലീസിന്റെ സംഘം ആരവിന്റെ വീട്ടിലും ബന്ധുവീട്ടിലും ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. അവിടെയൊന്നും ആരവ് എത്തിയിട്ടില്ലെന്നാണ് സൂചന. കർണാടക പോലീസും കണ്ണൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആസൂത്രിതമായ കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അപ്പാർട്ട്മെന്റിലെ മുറിയിൽ നിന്ന് കൊല നടത്താൻ ഉപയോഗിച്ച കത്തിയും ചാക്കും കയറും പോലീസ് കണ്ടെത്തിയിരുന്നു. കൊലപാതക ശേഷം മൃതദേഹം ചാക്കിൽ കെട്ടി പുറത്തുപേക്ഷിക്കാനായിരുന്നു ആദ്യ ശ്രമം. ഇത് സാധിക്കാതെ വന്നതോടെയാണ് ആരവ് അപ്പാർട്ട്മെന്റിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രണയബന്ധത്തിലുണ്ടായ തർക്കം മാത്രമാണോ കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനായി ഇരുവരുടെയും സുഹൃത്തുക്കളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. 24 ബംഗളൂരു.